ഈ വർഷം വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറിയ 10 പുസ്തകങ്ങൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ ത്രില്ലേഴ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അപ്പോൾ പല ജോണറിലുള്ള പുസ്തകങ്ങളാണ്. ഈ ഓരോ പുസ്തകങ്ങളും ശക്തമായ വളരെ മികച്ച സ്റ്റോറി ലൈനുള്ള പുസ്തകങ്ങളാണ്. അതേപോലെ സ്റ്റോറി വൈസ് നോക്കിയാലും നറേഷൻ വൈസ് നോക്കിയാലും എന്നെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത വളരെ എൻഗേജിംഗ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അഖിൽ പി ധർമ്മജന്റെ മെർക്കുറി ഐലൻഡ്സ് ഇതൊരു അഡ്വഞ്ചർ ഫാന്റസി ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന പുസ്തകമാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങളുടെ സാറിനെ അന്വേഷിച്ച് ബർമുഡ ട്രയാങ്കിൾ കടന്നു പോകുന്ന ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ദ്വീപിലേക്ക് നടത്തുന്ന യാത്രയും അവിടെ ചെന്നിട്ട് അവർ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അതിലൂടെ ചുരുളഴിയുന്ന ചില രഹസ്യങ്ങളും ഒക്കെയാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മടുപ്പില്ലാതെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അടുത്ത പുസ്തകം മായാകിരൺ എഴുതിയ പ്ലാനറ്റ് 9 ആണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ്. തുടക്കത്തിൽ വളരെ ലാഗായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള, എന്നാൽ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് എത്തുമ്പോഴേക്കും വളരെ എൻഗേജിംഗ് ആയിട്ട് മാറുന്ന ഒരു പുസ്തകമാണ്. റിയലിസ്റ്റിക് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് വായിക്കുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ നടക്കുന്നുണ്ടാവോ, ഇനി നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള നറേറ്റീവ് സ്റ്റൈലാണ് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പുസ്തകം മായാകിരണിന്റെ തന്നെ തവവിരഹ കേശവ. ഇതൊരു റൊമാൻസ് നോവലാണ്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രണയ വിരഹ കഥ പറഞ്ഞു പോകുന്ന പുസ്തകമാണ്. ജിസ്മ ഫൈസ് എഴുതിയ എന്റെ അരുമയായ പക്ഷിക്ക്. ഇതും ഒരു റൊമാൻസ് നോവലാണ്. തവവിരഹ കേശവ പോലെ തന്നെ എന്നെ പിടിച്ചിരുത്തിയ പ്രണയവും വിരഹവും അതുപോലെ മനുഷ്യബന്ധങ്ങളുടെ വില വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. അവസാനത്തെ പുസ്തകം ഗായത്രി അരുൺ എഴുതിയ യാത്രയ്ക്കപ്പുറം എന്ന് പറയുന്ന യാത്രാക്കുറിപ്പുകളാണ്. യാത്രാക്കുറിപ്പുകൾ എന്നുള്ളതിലുപരിയായിട്ട് ഇത് ശരിക്കും വൈകാരികമായിട്ട് എഴുതിയിരിക്കുന്ന കുറിപ്പുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ത്രില്ലർ ഫാൻ ആയിരുന്നിട്ടും ഇങ്ങനെ വ്യത്യസ്ത ജോണറിലുള്ള പുസ്തകങ്ങൾ ഈ വർഷം വായിക്കാനും അതൊക്കെ ആസ്വദിക്കാനും വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇതിൽ നിന്ന് വിട്ടുപോയൊരു ജോണർ എടുത്തു പറയേണ്ടത് പോയംസ് ആണ്. അപ്പോൾ വരുന്ന വർഷത്തിൽ പോയംസും കൂടെ ട്രൈ ചെയ്യണം എന്നുള്ളതിലാണ്. പോയംസ് അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ, എന്നാലും അടുത്ത വർഷത്തിൽ അതുകൂടെ നോക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പല പുസ്തകങ്ങളുടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഏതൊക്കെയാണെന്നുള്ളത് ഷോർട്ട് ആയിട്ടുള്ള റിവ്യൂ ഉൾപ്പെടെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണും. താങ്ക്